നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവള് പോയിരിക്കുന്നത് അവളുടെ കുഞ്ഞിനെ തിരക്കിയ. ഞാൻ പോകുന്നത് എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയാ. അപ്പോ ഈ രാത്രിയിൽ എങ്ങോട്ട് ഇറങ്ങി പോന്ന നീ? എന്റെ ആരാ? ഓ, നീ എന്റെ കുഞ്ഞല്ലായിരിക്കും അല്ലേ? നിങ്ങൾ ഇങ്ങനെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് തന്നതാ ദൈവം. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഇത് എന്റെ റിവഞ്ച് ഒന്നുമല്ല, ഒരു പണിഷ്മെന്റാ. എന്നെ അവഗണിച്ചതിനുള്ള ശിക്ഷ. എന്റെ സബോർഡിനേറ്റ്സ് ഒക്കെ നോക്കി നിൽക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ മനസ്സൊന്ന് നന്നായി കലക്കാമായിരുന്നു. സിറ്റുവേഷൻ അത്ര ശരിയല്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. എല്ലാ കാലത്തും ഞാൻ യൂണിഫോം ഇല്ലാതെ നടക്കുമെന്ന് നീ കരുതണ്ട. ഒരു പ്രൊഫഷണൽ ഫൈറ്റ് അപ്പ തുടങ്ങാം. ഇപ്പൊ ഞാൻ പോവാ. ആരുടെയും സഹായം ഇല്ലാതെ എന്റെ മീനാക്ഷിയെ കണ്ടെത്താൻ കഴിയുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അവന്റെ ഒരു മീനാക്ഷി. എന്താ കുട്ടി, പോകുന്നില്ലേ വീട്ടില്? നേരം വൈകി. ഇനി ഇവിടെ ഇരിക്കുന്ന അത്ര ശരിയല്ല. രാത്രിയിൽ കടപ്പുറം ആകെ മോശമാ. പെണ്ണുങ്ങൾക്ക് ഒട്ടും ഇരിക്കാൻ പറ്റില്ല. മോളിതകം വീട്ടിൽ പോവാൻ നോക്ക്. പറഞ്ഞത് കൈവിട്ടു പോയതെല്ലാം നേടിത്തരുമെന്ന്. ഇവിടുന്ന് നഷ്ടപ്പെട്ട വാളും കുഞ്ഞും എന്റെ കൊച്ചുമകന്റെ ജോലിയെല്ലാം. എന്നിട്ട് നീ എന്ത് നേടിക്കൊണ്ട് തന്നടി? ഞാൻ ഇവിടുന്ന് പോവാ. എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഈ ചെമ്പകമംഗലത്തിന്റെ പടി ചവിട്ടും. നന്ദിനി, ഈ രാത്രിയില് നീ എവിടേക്കാ? എന്താ മിണ്ടാത്തെ? നീ എവിടേക്കാണെന്ന്? ഞാൻ എന്റെ കുഞ്ഞിനെ തിരക്കി പോവാ. അവള് തോന്നിയാസം കാണിച്ച് ഇറങ്ങിപ്പോയതല്ലേ. നടന്നു വലയുമ്പോ അവള് തിരികെ കയറി വന്നോളും. അവൾ അങ്ങനെ തോന്നിയാസം കാണിക്കുന്ന കുട്ടിയൊന്നും അല്ലമ്മേ. അവൾ ഇറങ്ങിപ്പോയത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട. അത്രയ്ക്ക് അമ്മ അവളെ വഴക്ക് പറഞ്ഞു. ഓ, നീ അവളെ അങ്ങ് ന്യായീകരിക്കുകയാണല്ലേ? ഹാ, നടക്കട്ടെ. തെറ്റ് കാണിക്കുന്നത് ആരായാലും ഞാൻ വഴക്ക് പറയും. അതെന്റെ ഒരു രീതിയാ. നിനക്കറിയാലോ, തെറ്റ് കാണിച്ചിട്ട് വന്ന അവളുടെ അച്ഛനോട് പോലും ഞാൻ ക്ഷമിച്ചിട്ടില്ല. പിന്നെയാ ഇവള്. അവളുടെ അച്ഛനോട് അമ്മ കാണിച്ചത് സമ്മതിക്കാം. അതൊരു തെറ്റ് പറ്റിപ്പോയതുകൊണ്ടാ. പക്ഷെ ഇതല്ല. തെറ്റ് ചെയ്യാത്ത മീനാക്ഷിയെ അമ്മ വെറുതെ സംശയിക്കുക. അവളുടെ ഭാഗത്ത് തെറ്റില്ലാന്ന് എനിക്ക് ബോധ്യപ്പെടണം. എന്നാലേ എന്റെ മനസ്സിൽ നിന്ന് സംശയം പോവും.
അമ്മ സംശയമായിട്ടിരുന്നോ? പക്ഷേ എനിക്കവൾ അങ്ങനെ വിട്ടുകളഞ്ഞിട്ട് ഇവിടെ മനസ്സുറച്ചിരിക്കാൻ പറ്റില്ല. അവള് പോയിരിക്കുന്നത് അവളുടെ കുഞ്ഞിനെ തിരക്കിയ. ഞാൻ പോകുന്നത് എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയാ. അപ്പോ ഈ രാത്രിയിൽ എങ്ങോട്ട് ഇറങ്ങിപ്പോന്ന നീ? എന്റെ ആരാ? ഓ, നീ എന്റെ കുഞ്ഞല്ലായിരിക്കും അല്ലേ? അമ്മേ, നീ എന്നെ അമ്മയെന്ന് വിളിച്ചിരുന്നത് ഉള്ളിത്തട്ടിയായിരിക്കുമെന്നാ ഇതുവരെ ഞാൻ കരുതിയിരുന്നത്. എന്നാ അങ്ങനെയല്ലായിരുന്നോ? അമ്മേ, ഞാൻ പെറ്റു വളർത്തിയ എന്റെ 3 മക്കളും 1000 വട്ടം എന്നെ അമ്മയെന്ന് വിളിച്ചാലും എനിക്കൊന്നും തോന്നുമായിരുന്നില്ല. പക്ഷേ നീ ഒരു പ്രാവശ്യം എന്നെ അമ്മയെന്ന് വിളിക്കുമ്പോ എന്റെ ഉള്ളിൽ സ്നേഹം കൊണ്ട് വിതുമ്പുമായിരുന്നു. എന്റെ മനസ്സ് വാത്സല്യം കൊണ്ട് നിറയുമായിരുന്നു. അമ്മേ, അമ്മയ്ക്ക് വേദനിക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മനസ്സിലായി മോളെ, എല്ലാം മനസ്സിലായി. മക്കൾക്ക് മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആവുമ്പോ മാറിപ്പോയേക്കണമെന്ന കാര്യം ഞാൻ മറന്നുപോയി. അതെന്റെ തെറ്റാ. എന്റെ അമ്മയെ മറന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല. അമ്മയെ സ്നേഹിക്കാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. പക്ഷേ അമ്മ സ്വന്തം മകളായി എന്നെ മനസ്സോട് ചേർത്തതുപോലെ ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത മകളാ മീനാക്ഷി. അവൾക്ക് രക്തബന്ധമുള്ളത് അമ്മയോട്, എന്നോടല്ല. പക്ഷേ എനിക്ക് അവൾ എന്റെ മകള് തന്നെയാ. അവള് കരഞ്ഞു എന്റെ ചേട്ടന് സഹിക്കില്ല. അവളെ കണ്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും അമ്മ. അതുകൊണ്ട് ഞാൻ അവളെ തിരക്കി പോവാ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.